ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പവിത്രം സീസൺ 2ന്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. വളരെ വൈകാരികമായിട്ടുള്ള കുറച്ച് എപ്പിസോഡ്സ് ആയിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ എപ്പിസോഡ്സ്. വിക്രമിന്റെ അമ്മയ്ക്ക് അസുഖം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വിക്രമിനെ കാണുന്നൊക്കെ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വിക്രമിന്റെ അച്ഛൻ ജയിലിൽ വന്നിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട് വിക്രമിന്റെ അമ്മയെ കാണിക്കണം, അമ്മയെ ചോദിക്കുന്നുണ്ട്, അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേപ്പറും കാര്യങ്ങളും എന്തോ ശരിയാവുന്നുണ്ട്. എന്തായാലും കാണിക്കാൻ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമ് അങ്ങനെ അങ്ങോട്ട് അമ്മയെ കാണാൻ പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു പിന്നെ മറ്റൊരു വാർത്ത അറിഞ്ഞത്, വിക്രമിന്റെ അമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പേപ്പറും കാര്യങ്ങളൊന്നും ശരിയാക്കേണ്ട ആവശ്യം വരില്ല. കാരണം അതെന്തായാലും നിയമപരമായിട്ട് അവന് അനുവദനീയമായിട്ടുള്ള ഒരു സമയമാണ്. കാരണം അവന്റെ അമ്മയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അവൻ എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും അവരെ അവിടുന്ന് അനുവദിക്കുന്നതാണ്. ഇനി പേപ്പറും കാര്യങ്ങളൊന്നും ശരിയാക്കേണ്ട ആവശ്യം വരില്ല. എൻ്റെ മകന് പെട്ടെന്ന് വരാലോ എന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അത്രയും ഇമോഷൻസ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ആയിരുന്നു അത്. അങ്ങനെ വിക്രമിനെ ജയിലിൽ നിന്ന് പോലീസുകാരെല്ലാവരും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അമ്മയെ കാണാനും അതുപോലെ തന്നെ ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പക്കലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ വിക്രമിന്റെ അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിക്രമ വരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം അമ്മയെ വീട്ടിൽ വെച്ച് കാണുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും. അതൊന്നും അവൻ ഒട്ടും സഹിക്കാൻ തന്നെ പറ്റുന്നില്ല. അച്ഛനും പറ്റ തകർന്നിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇനിയും ജീവിച്ചല്ലേ മതിയാവും എന്ന് വിചാരിച്ചിട്ട് ആ അച്ഛൻ കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. റിലേറ്റീവ്സ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അമ്മയുടെ വിയോഗത്തിൽ. എന്തായാലും അപ്പുറത്താണെങ്കിൽ നമ്മുടെ വേദയുടെ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വേദ ഭയങ്കരമായിട്ട് ഡെലിവറിന്റെ പെയിനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം നമ്മളെ വിക്രം ഇതൊന്നും അറിയുന്നില്ല. എവിടെയെങ്കിലും വേദ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ വിക്രമിനുള്ളൂ. പക്ഷെ ഇത്രമാത്രം അനുഭവിക്കുന്നുണ്ട്, തനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും നമ്മളെ വിക്രമിന് അറിയില്ല. എന്തായാലും ഡെലിവറിയുടെ പെയിനൊക്കെ അതികഠിനമായിട്ട് വേദ സഹിക്കുന്നുണ്ട്. ആ സമയത്ത് സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാവണം എന്നാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളെ വേദയ്ക്ക് അതൊന്നും കിട്ടുന്നില്ല. ആ സമയത്ത് പെയിന് കൂടിക്കൂടി വന്നപ്പോൾ വേദ സേതു ലക്ഷ്മിയെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന രാധികയുടെ അമ്മായിയമ്മയാണ് സേതു. അങ്ങനെ സേതുവിനെ കാണുമെന്ന് പറയുമ്പോൾ സേതു വരുന്നുണ്ട്. ഡെലിവറിയുടെ ടൈമിന് റൂമിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു സമയത്തൊക്കെ വേദയുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ സേതു അമ്മയാണ്. അങ്ങനെ സേതു അമ്മ കൂടെ നിൽക്കുന്നുണ്ട്. ഡെലിവറി നടക്കുന്നത് വരെ സേതു അമ്മ കൂടെ ഉണ്ടായിട്ടുണ്ട്. സേതു അമ്മയുടെ കൈ പിടിച്ചിട്ടാണ് നമ്മളെ വേദ കരയുന്നതൊക്കെ. വേദയുടെ കൂടെ ഡെലിവറിക്ക് വന്നിരുന്ന രാധിക ഉണ്ടല്ലോ, തരുണിന്റെ വൈഫ്, അവൾ എന്തായാലും ഡെലിവറിയോടനുബന്ധിച്ച് ആ ഒരു സമയത്ത് മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണത്തോടൊപ്പം തന്നെ അവളുടെ കുട്ടിയും അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാവം നമ്മളെ തരുൺ ഇതൊന്നും അറിയുന്നില്ല. സേതു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷമത്തിലാണ് അവർ നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മളെ വേദയുടെ ഡെലിവറിയും വരുന്നത്. അങ്ങനെ വേദ പ്രസവിക്കുന്നുണ്ട്, ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നു. അങ്ങനെ ആ സമയത്തും ആ ഹോസ്പിറ്റലിൽ നമ്മളെ ശ്രീകാന്തിന്റെ ആൾക്കാർ അവിടെ ഇപ്പോഴും പരതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ തന്നെ അവൾ ഉണ്ടെന്നുള്ള കാര്യം എന്തായാലും അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറുടെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ, അതായത് ശ്രീകാന്തിന്റെ ആൾക്കാർ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അവളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ അടുത്ത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിലൊരു പന്തികേടും തോന്നാത്തത് കൊണ്ട് അയാൾ സത്യം പോലെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടതായിട്ട് അറിയാം, പക്ഷേ ഇങ്ങനെ ഒരു പേരിലല്ല അറിയപ്പെടുന്നത്, ഇപ്പൊ അവരുടെ പേര് വേറെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവള് പ്രസവിച്ച കാര്യമൊക്കെ ഇവരറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ടെൻഷൻ നമ്മളെ വേദയ്ക്ക് നല്ലവണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും അവൾക്ക് നല്ല പേടിയുണ്ട്. അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ആ സമയത്താണ് വേദ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇങ്ങനെയെങ്കിലും തനിക്ക് തന്റെ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ, അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് തന്റെ കുഞ്ഞ്, അതായത് മരിച്ചുപോയ രാധികയുടെ കുഞ്ഞാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സേതുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അതായത് തരുണ് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാ സത്യങ്ങളും അറിയല്ലോ. അപ്പൊ തരുണിനോട് പറയണം ഇത് അയാളുടെ കുഞ്ഞാണെന്ന് പറയണം. അപ്പൊ മരിച്ച കാര്യം പറയരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സേതുവിന് ആകെ ടെൻഷനാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ സത്യം അറിയുമ്പോൾ അത് അവന് വല്ലാത്ത വിഷമാവില്ലേ, അതിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു സേഫ്റ്റിക്ക് ഇപ്പം ഇതേ നടക്കുള്ളൂ, വേറെ ഒരു കാര്യം ഞാൻ ആലോചിച്ചിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയോട് അപേക്ഷിക്കുന്നുണ്ട് നമ്മളെ വേദ. ഇത് കേൾക്കുമ്പോൾ സേതുവിന് കൂടുതൽ പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കാരണം കുഞ്ഞ് മരണപ്പെട്ട കാര്യം ഇപ്പോൾ പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ പ്രശ്നം മാത്രമേ അവന് ഉണ്ടാവുള്ളൂ, പിന്നെ അത് പൊരുത്തപ്പെട്ടോളും. പക്ഷേ തൻ്റെ കുഞ്ഞല്ലാത്ത ഒരാളെ തൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നാളെ ഇത് തൻ്റെ കുഞ്ഞല്ല എന്ന് പറയേണ്ട വരുന്ന ഒരു അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് സേതുവിന് പേടിയുണ്ട്. പക്ഷേ അത് വഴിയെ വെച്ച് കാണാം, അതായത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേദ ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കും.
നിൽക്കുകയാണ്, ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഹോസ്പിറ്റലിലത്തെ എല്ലാ സ്റ്റാഫിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഡെലിവറി നടത്തിയ ഡോക്ടറുടെ അടുത്തൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സേതു അമ്മയുടെ അടുത്ത് വേദ ഇങ്ങനെ പറഞ്ഞപേക്ഷിക്കുമ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെയായി. ഇത് തന്നെയുള്ളൂ വഴിയെന്ന് വിചാരിച്ചിട്ട് അവരും പിന്നെ ഈ ഒരു കള്ളത്തരത്തിന് പിന്നിൽ കൂട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തരുണ് വരുന്നുണ്ട്. തരുണ് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അറിയണം. അതായത് രാധിക മരിച്ച വിവരം അറിയുന്നു, അവളുടെ ബോഡി കാണുന്നു. തരുൺ ആകെ ഷോക്കാവുന്നു, അവിടെ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. ആ സമയത്താണ് അമ്മ കുഞ്ഞിനെ ഏറ്റവും അങ്ങോട്ട് വരുന്നത്. അത് വേദയുടെ കുഞ്ഞായിരിക്കും. അങ്ങനെ വേദയുടെ കുഞ്ഞിനെ കയ്യിൽ കൊടുത്ത് സേതു പറയുന്നുണ്ട്, മോനെ ഇതാ നിന്റെ കുഞ്ഞെന്ന് പറയുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് കുറച്ചെങ്കിലും ആശ്വാസമാവുന്നുണ്ട്. കാരണം അവള് മരിച്ചെങ്കിലും കുഞ്ഞു കൂടെ ഉണ്ടല്ലോ. അവള് മരിക്കുന്നതിന്റെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞിനെ ഏട്ടൻ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് അതുപോലെ തന്നെ ആയല്ലോ എന്ന് വിചാരിച്ച് അവൻ നന്നായിട്ട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് വല്ലാത്തൊരു കയ്യാക്കളി ആയിപ്പോയി. കാരണം ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. പക്ഷേ വേദയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതല്ലാതെ വേറൊരു നിവൃത്തിയും അവൾ കണ്ടതില്ല. അങ്ങനെ എന്തായാലും കുഞ്ഞ് തൻ്റേതാണെന്ന് വിചാരിച്ച് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് നിർത്തുന്നുണ്ട് നമ്മളെ തരുണ്. ഒരേ സമയം തന്നെ രാധികയുടെ ബോഡി കണ്ടിട്ട് അവൻ വല്ലാണ്ട് തളർന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ അവളുടെ ബോഡി തരുൺ കണ്ടതിന് ശേഷം ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പറയുന്നുണ്ട്, തരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തിനാ കുഞ്ഞിനെ നീ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത്. കാരണം കർമ്മങ്ങൾ നടത്തുന്ന സമയത്ത് കുഞ്ഞ് അവിടെ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ചിട്ട് അമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. കാരണം ഇതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം അത് വേദയുടെ കുഞ്ഞല്ലേ, കുഞ്ഞിന് പാല് കൊടുക്കണം. പിന്നെ കുഞ്ഞിനുമായിട്ട് ജനിച്ച പാടൊരു കുഞ്ഞിനും കൊണ്ട് ഇങ്ങനെ പോകുന്നതൊന്നും ശരിയല്ലല്ലോ. ഇതൊക്കെ ആലോചിച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അങ്ങനെ നേരെ അവളുടെ കർമ്മങ്ങളൊക്കെ നടത്തുന്നിടത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം തരുണ് ചെയ്യുന്നത്, ആ കുഞ്ഞിക്കാല് തരുണിൻ്റെ നെഞ്ചിൽ ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാറ്റു അടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പാവം, അത് തൻ്റെ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ടാണ് തരുൺ ഇതൊക്കെ ചെയ്യുന്നത്. മരിക്കുന്നതിന് മുൻപ് രാധിക പറഞ്ഞതുപോലെ തന്നെ അവളേക്കാൾ കൂടുതൽ തനിക്ക് തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് തരുൺ ചിലപ്പോൾ വിചാരിച്ച് കാണും. അത് വിചാരിച്ചിട്ടാണ് ഈ വേദയുടെ കുഞ്ഞിൻ്റെ കാല് ടാറ്റു അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പാവം തരുണിന് ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ അമ്മയാണെങ്കിൽ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കുഞ്ഞിനെ കാണാഞ്ഞിട്ട്. അങ്ങനെ അവസാനം കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ, നീ എവിടെ പോയതായിരുന്നു, നീ എന്താ കുഞ്ഞിനെയും കൊണ്ട് പോയത്, കുഞ്ഞിന് വിശക്കില്ലേ, കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഞാനല്ലേ കൊണ്ട് നടക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാവം നമ്മളെ വേദ വിഷമിച്ചിരിക്കുന്നുണ്ട് കുഞ്ഞിനെ കാണാതെ. അങ്ങനെ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്, വേദയ്ക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞ് കരയുമ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമാവും. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവൻ കുഞ്ഞിനെയും കൊണ്ട് പോയതായിരുന്നു, ഈ കർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവിടെ കുഞ്ഞ് വേണമല്ലോ വിചാരിച്ചിട്ട് പോയതായിരിക്കും, കുഞ്ഞിനെ കൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് വിഷമാവും കേട്ടോ. കാരണം ഇങ്ങനെ ഒരു അന്ത്യകർമ്മങ്ങൾ നടത്തുമ്പോൾ തൻ്റെ കുഞ്ഞ് അവിടെ കൂടെ ഉണ്ടാവുന്നത് എല്ലാം അവൾ കാരണം തന്നെയാണ്. പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ വിഷമാവുന്നുണ്ട്. പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്. കാരണം അതും കഴിഞ്ഞിട്ട് അവൻ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ട്, അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായി എന്ന് പറയുമ്പോൾ അമ്മ ചോദിച്ചില്ലേ തരുൺ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചില്ലേന്ന് ചോദിക്കുമ്പം, ആ സമയത്ത് ഞാൻ ഒന്നും ചോദിച്ചില്ല, പെട്ടെന്ന് കുഞ്ഞിനെ വാങ്ങി നിൻ്റെ കയ്യിലേക്ക് കൊണ്ടുതരാനാണ് ഞാൻ നോക്കിയത്, പാല് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അമ്മയ്ക്കും അറിയില്ല എങ്ങോട്ടാണ് പോയത്, ടാറ്റു അടിക്കാൻ പോയ കാര്യമൊന്നും അമ്മയ്ക്കും അറിയില്ല. ഇനി അതൊക്കെ വഴിയേ അറിയാൻ കിടക്കുന്നുള്ളൂ. എന്തായാലും നമുക്ക് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ വേദ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞ എല്ലാം പ്രശ്നമാവും. നമ്മളെ രാധികയുടെ ഈ ഒരു വിയോഗത്തിൽ അയാൾ ഇപ്പോഴേ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് അടങ്ങട്ടെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സത്യങ്ങൾ അപ്പോൾ തുറന്നു പറയും. ഇപ്പോൾ ഒന്നും പറയണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് തന്നെ ആപത്തായിരിക്കും, ഇതാണ് സേഫ്റ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ. വരാൻ പോകുന്ന വലിയൊരു ആപത്താന്നൊക്കെ വേദയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും വലിയൊരു കടുങ്കൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ അവിടുത്തെ നേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ആംബുലൻസിൻ്റെ ഡ്രൈവർ വന്നിട്ട് ഇവളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവരിവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആളിവിടെ ഉണ്ട്, എന്താ നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ റിലേറ്റീവ്സ് വന്ന് ചോദിച്ചു, അതാണ് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നേഴ്സിന് കാര്യം മനസ്സിലായി. അപ്പം ഇവരുടെ കുഞ്ഞിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഇവരുടെ കുഞ്ഞ് മരിച്ചു പോയല്ലോ, അപ്പം മരിച്ചത് വേറെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, തരുണിൻ്റെ കുഞ്ഞ് ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചു പോയത് വേദയുടെ കുഞ്ഞാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം പേരൊന്നും അവിടെ എടുത്ത് പറയുന്നില്ല. എന്തായാലും വേദയുടെ കുഞ്ഞ് മരിച്ചെന്ന് അവരോട് കള്ളം പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് തന്നെയാണ് സേഫ്റ്റി എന്ന് ഇവർക്കും മനസ്സിലായി. കാരണം ഇവർക്ക് എല്ലാ സത്യങ്ങളും അറിയുന്നതാണ്. അവിടുത്തെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിനൊക്കെ ഈ കാര്യം അറിയുന്നത് കൊണ്ട് അവർ കള്ളം പറയാൻ വേണ്ടിയിട്ട് കൂട്ടു നിന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം വേദയോട് വന്ന് പറയുന്നുണ്ട് ഈ നേഴ്സ്, എന്തായാലും നീ ഇപ്പോൾ കള്ളം പറഞ്ഞത്
അപ്പോൾ എനിക്ക് കടുങ്കൈയായി തോന്നിയെങ്കിലും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം എന്നോട് ഇങ്ങനെ വന്ന് അന്വേഷിക്കുന്നുണ്ട് ആളുകൾ. ഇവിടുന്ന് എന്തായാലും അവർ പോയിട്ടില്ല. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോഴും ആളുകൾ വന്ന് പരതുന്നുണ്ടെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് പേടിയാവുന്നുണ്ട്. താൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നുന്നുണ്ട്. തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കള്ളം പറയേണ്ടി വന്നതിൽ ഒരു ഇപ്പൊ തൽക്കാലം അവൾക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ വരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വലിയൊരു ഭയവും അവൾക്കുണ്ട്. അന്നേരം അവിടെയുള്ള നഴ്സ് ഇതൊരു പോലീസ് കേസ് ആക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് കേസ് ആക്കിയാലും ഒന്നും ഇതിൽ ഇത്ര സേഫ്റ്റി കിട്ടില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അങ്ങനെയാണെങ്കിൽ എന്നെ അതൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. തൽക്കാലം ഇങ്ങനൊരു കാര്യം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. രാധികയുടെ ഈ ഒരു പ്രശ്നവും അതുപോലെ തന്നെ അവൾ മരിച്ചു പോയതിൻ്റെ അയാളുടെ വിഷമമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടടങ്ങി പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വേദ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മളെ വിക്രം അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ അമ്മയെ കാല് തൊട്ടിട്ട് കരയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കർമ്മങ്ങളെല്ലാം അവൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം, അതായത് അമ്മയുടെ എല്ലാ കർമ്മങ്ങളും അവിടുന്ന് വിക്രം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ജയിലിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അച്ഛനുമായിട്ട് ചെറിയൊരു സീനൊക്കെ ഉണ്ട്. അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇനി വേദ ഇങ്ങോട്ട് തിരിച്ചു വരണം, അത് കഴിഞ്ഞിട്ട് നിങ്ങളും അതായത് വേദയും വിക്രമും ഒരുമിച്ച് കുറച്ച് കാലം ജീവിക്കണം, അത് എനിക്കും കാണണം, എന്നിട്ട് അവളുടെ അടുത്തേക്ക് എനിക്ക് മടങ്ങി പോകണം, അധിക കാലമൊന്നും അവളെ എനിക്ക് തനിച്ചാക്കി വിടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് ഭയങ്കര സങ്കടമായി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട് സമയം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. വീണ്ടും അവൻ്റെ കയ്യിൽ വിലങ്ങിടുന്നുണ്ട്. അങ്ങനെ നമ്മളെ വിക്രമ് വീണ്ടും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അച്ഛൻ പോകുന്നതിന് മുൻപ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി അധിക കാലം ഒന്നും നിനക്ക് അവിടെ നിൽക്കേണ്ടി വരില്ല മോനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേദയുടെ കാര്യം പറയുമ്പോഴും വിക്രമിന് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. അവൾ വരും അച്ഛാ, ഞാൻ എന്നാണോ പുറത്ത് വരുന്നത് അന്ന് അവൾ തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും പ്രതീക്ഷയിലാണ് രണ്ടുപേരും ജീവിക്കുന്നത്. വിക്രമിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും എത്താൻ പറ്റുമെന്ന പ്രതീക്ഷ വേദയ്ക്കുമുണ്ട്. അതുപോലെ തന്നെ വേദ എന്തെങ്കിലും തിരിച്ചു വരും, അതായത് വിക്രം എന്നാണോ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ആ ദിവസം തന്നെ വേദ തൻ്റെ മുമ്പിൽ എത്തും എന്നുള്ള പ്രതീക്ഷ വിക്രമിനും നന്നായിട്ടുണ്ട്. എന്തായാലും കാലം വേർപ്പെടുത്തിയ ഈ ഒരു ബന്ധം എന്നെങ്കിലും ഒന്നിക്കുമോ ഇല്ലേ എന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. പ്രതീക്ഷിക്കാത്ത ഓരോ ട്വിസ്റ്റുകളുമായിട്ടാണ് പവിത്രം സീസൺ 2 ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും അതിജീവനത്തിന്റെ പ്രതീകമായി വേദ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിന്റെ ഈ മൂർത്ത ഭാവങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സീരിയലിന്റെ മറ്റ് എപ്പിസോഡ്സിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്.